ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ചെയ്യുന്നത്. എത്രത്തോളം ഇത് ആക്ച്വലി ഞങ്ങൾക്ക് നല്ല ലേറ്റ് ആയിക്കണ്. സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഇനി ഞങ്ങൾ കുട്ടനാട് പോവാണ് കേട്ടോ. ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ ഇത് ലാസ്റ്റ് കാണിച്ചിട്ട് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ ലെങ്ത് ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊരു നോ മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഡെർമാഡ്യൂവിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ് കേട്ടോ. കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിക്കാരം. ഇപ്പം തന്നെ എൻ്റെ ഫേസ് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ച് തോനെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ആക്ച്വലി മോയ്സ്ചറൈസർ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഞാൻ ചെയ്യും. അതാണൊരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ എൻ്റെ ഫേസിൽ നല്ല ഡാർക്ക് സ്പോട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്കതൊക്കെ കവർ ചെയ്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി ഒരു സൺസ്ക്രീമാണ് കേട്ടോ ഇടുന്നത്. ഇവിടെ ഈ ടൈം ആയപ്പോൾ തന്നെ നല്ല ചൂടാണ്. അപ്പോൾ നമുക്കൊരു സൺസ്ക്രീൻ ഇടാം. ഇത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു ഗൈസ്. പ്ലമ്മിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞു. ഞാൻ കുറച്ചിടണുള്ളൂ. എനിക്ക് സൺസ്ക്രീൻ ഇഷ്ടമല്ല, ഭയങ്കര സ്റ്റിക്കി ആയി ഞാൻ നിൽക്കും. ഇത് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചാണ് കേട്ടോ ഇടുന്നത്. ഏത് നല്ല സ്മഡ്ജ് ചെയ്ത അപ്പോൾ തന്നെ ഇത് വൈറ്റ് കാസ്റ്റ് ഒട്ടും ഇല്ല കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, സൺസ്ക്രീനാണ്. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. പക്ഷെ എനിക്ക് ഇടാൻ ഭയങ്കര മടിയാണ്, ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യുക. അതെല്ലാ സൺസ്ക്രീനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരുങ്ങിപ്പോയി ഗൈസ്. ഞാൻ പെട്ടെന്ന് നോക്കട്ടെ. യെസ്, അപ്പോൾ സൺസ്ക്രീൻ ഡൺ. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു കളർ കറക്റ്റർ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ ഡാർക്ക് സ്പോട്ടും മായ്ച്ചളയൽ. ഇതാണ് ഗൈസ് എൻ്റെ ഒരു സീക്രട്ട് മേക്കപ്പ്. എൻ്റെ ഫ്രണ്ടിലൊരു മിറർ ഉണ്ട്, ഞാൻ ഈ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് ഇവിടെ ഇങ്ങനെ ഒരു പിമ്പിൾസിൻ്റെ ഒക്കെ ഒരു വേർഡുകൾ. ഈ കൺസീലർ നല്ല യൂസ്ഫുള്ളാണ്. ഞാനിത് എപ്പോഴും എങ്ങോട്ട് പോവുകയാണെങ്കിലും കൺസീലർ ഇടും. നമുക്ക് ഫൗണ്ടേഷൻ ഇടേണ്ടെന്ന് ആവശ്യമില്ല. എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒരു പുതിയ പിമ്പിൾ എവിടെയെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ മൂക്കുമലാണ് കേട്ടോ, നല്ല വേദനയുള്ള ഒരു പിമ്പിൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ബ്രഷൊന്നും എടുത്തിട്ടില്ല ഗൈസ്, അതൊന്നും വാഷ് ചെയ്തില്ല. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ, കൈയാകുമ്പോൾ നല്ല ഫ്രഷ് ആവില്ല, കുഴപ്പമില്ല. കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്താൽ പെട്ടെന്ന് റെഡി. യെസ് ഗൈസ്, ഞാൻ വിളിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഈ റെഡിയായോ? ഞാൻ എന്തെടുക്കാം, വീഡിയോ എടുക്കാം. ഈ തന്നിട്ട് ലാസ്റ്റ് അത് ഇട്ടെന്നാ ആ ബ്രൗണ് അതുണ്ടായോ ആ കൊടുന്നാള് ഇന്നലെ ഇട്ടിരുന്നോ? ഞാൻ ഒന്നും ഇട്ടീനത്. അത് വേണേ എടുത്തിടുന്നു. അത് കിട്ടണ കൊടുത്താ എനിക്കറിയില്ല, ഞാൻ ബാക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ കൺസീലർ ഡൺ.
ഞാൻ ബ്ലഷിന് ഈ ഒരു മാമർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ബ്ലഷിന് മാത്രമേ പറ്റുള്ളൂ. ഇത് ഞാൻ കരുതിയ കളറൊന്നുമല്ല കിട്ടിയത്. കണ്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് കിട്ടിയത്. കണ്ടോ ഗൈസ്. സോ ഞാൻ ബ്ലഷ് മാത്രമേ ഇതുകൊണ്ട് ഇടാറുള്ളൂ, ലിപ്പിൽ ഇടാറില്ല. ഇത് നമുക്ക് സ്മഡ്ജ് ചെയ്യാം. അപ്പോൾ ബ്ലഷ് ഇട്ടു. ഞാൻ ഈ സൈഡത്തെ ബാൽക്കണിയത്തെ ഡോറ് തുറന്നിട്ടാണ് കേട്ടോ ഇത്ര ലേറ്റ്. നമുക്ക് കുറച്ച് പൗഡർ ഇടാം. ആക്ച്വലി ഞാൻ പൗഡർ അങ്ങനെ ഇതിൻ്റെ മേലെ ഇടില്ല, പക്ഷെ ഇപ്പോൾ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിയർക്കും, ഓയിലി ആവും. സോ കുറച്ച് പൗഡർ ഇതിൻ്റെ മേലിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ബാൽക്കണീൻ്റെ ഇവിടുത്തെ വ്യൂ ഒക്കെ. ഫുൾ പാടവും അവിടെ കുറേ കിളികൾ പോലെ സൗണ്ടൊക്കെ ഉണ്ട്. കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. രാവിലെ നീച്ചപ്പൊക്കെ നല്ലൊരു രസമായിരുന്നു. പൗഡർ ഇട്ട് കൊടുത്തു. ഞാൻ ക്യാമറയ്ക്ക് തന്നെയാണ് നോക്കുന്നത്, എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് സ്ക്രീനിക്കും നോക്കുന്നുണ്ട്. സോ നമ്മൾ പൗഡർ ഇട്ടു. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യുന്നത് അനുവിന് ഇഷ്ടമില്ല. മറ്റേ മീശമാതാനത്തെ പുരുഷൻ്റെ പോലെ എന്നൊക്കെ പറയുന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം വരക്കാതെ. ഞാൻ ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത്. പണ്ടൊക്കെ ബ്ലാക്ക് ആയിരുന്നു, ഇപ്പം ഞാൻ ബ്രൗണാണ് ഗൈസ് എടുക്കുന്നത്. ഇറ്റ്സ് ഡൺ. കുറച്ച് ലിപ് ബാം ഇട്ടു. ബയോടെക്കിൻ്റെ ലിപ് ബാമാണ് കേട്ടോ ഗൈസ്. ഇത് കുറച്ച് മുന്നേ വാങ്ങിയാണ്. ഐലൈനർ ഓൾവേസ് ഡാസ്ലർ ഐലൈനർ. ഇപ്പം ഞാൻ എങ്ങനെ എഴുതും ഗൈസ്? യെസ് ഗൈസ്, ഐലൈനർ എഴുതിട്ടോ. ജസ്റ്റ് ഞാൻ മേലെ മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ, അല്ലെങ്കിൽ കണ്ണ് ഭയങ്കര ചെറുതായി പോകും. എൻ്റെ വീഡിയോയിൽ എൻ്റെ കൈ ആര് തെറ്റിദ്ധരിക്കണം ഗൈസ്, എൻ്റെ സിസ്റ്ററാണ്, മൈ ഓൺ സിസ്റ്റർ. അല്ലേ അതിലേറെ ഭംഗിയാണ്. ഓൾമോസ്റ്റ് ഡൺ. ആൻഡ് നെക്സ്റ്റ് ഞാൻ കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ബിറ്റ് ഓഫ് മസ്കാര. നമ്മളെ വണ്ടിയാണോ ഹോൺ അടിക്കണത്? ഈ ഡാർക്ക് സ്പോട്ടൊക്കെ ഒഴിവാക്കാൻ. മസ്കാര ആണോ? യെസ്, മസ്കാര ഇട്ടു. ദെൻ ഫൈനലി ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ് അൺബോക്സിങ്. അങ്ങനെയല്ലേ ഗൈസ് പറയുക? നമ്മളെ ഡാസ്ലറിൻ്റെ എൻ്റെ അടുത്ത് ഈ 25 തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു. തുടങ്ങിയത് എങ്ങനെ ബാബാ അത് അൺബോക്സ് ചെയ്യാം ഗൈസ്? ഈ സാധനമാണ് കേട്ടോ, ഞാൻ ഇതുവരെ തുറന്നിട്ടില്ല. എൻ്റെ അടുത്ത് തന്നെ സെയിം ഉണ്ടാവും, പക്ഷേ വണ്ടിയിൽ നിന്ന് എടുക്കാൻ മറന്നു. ഓക്കെ, ഞാൻ എൻ്റെ ഐബ്രോ ഷേപ്പർ കൊണ്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്.
ഗൈസ്. ഇതെങ്ങനെ അൺബോക്സ് ചെയ്ത് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ തൽക്കാലത്തിന് ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു. സോ യാ കുപ്പിച്ചോടും. യെസ്, ആക്ച്വലി കുറേ തവണ യൂസ് ചെയ്തതാണ്. ഇഷ്ടമായതുകൊണ്ട് പിന്നും വാങ്ങും ഗൈസ്. എൻ്റെ ലിപ്പിന് കറക്റ്റ് മാച്ച് ഈ ഒരു 25 തന്നെയാണ്. ഇത് എന്താ എല്ലാ വീഡിയോയിലും കാണലുണ്ട്. എല്ലാ സ്കിൻ ടോണിനും മാച്ചുള്ളൊരു ഷെയ്ഡാണ്ടത്. ലിപ്സ്റ്റിക്ക് ഓക്കെ. ഞാൻ അതിൻ്റെ മേലെ ഞാൻ ഈ ഒരു ലാക്മേൻ്റെ ഷെയ്ഡ് ഏതാ ന്യൂഡ് ലേറ്റെ. ഇതും എല്ലാവർക്കും അറിയുണ്ടാവും. ഇത് കുറച്ച് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം തന്നെ. ഇതും കഴിഞ്ഞാണ് കേട്ടോ. ഇതിൻ്റെ മൂന്നാമത്തെ ലിപ്സ്റ്റിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ലാക്മേ ഈ സെയിം സാധനം മൂന്നാമത്തെ. ഇതിന് മേലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാലേ എനിക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടുള്ളൂ. യെസ് ഗൈസ്, അങ്ങനെ നമ്മളെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ടുള്ള സംഭവം ഗൈസ്, ഞാൻ കുറച്ച് സ്പ്രേ അടിക്കുന്നുണ്ട്. വൈകുന്നേരം വരെ പിടിച്ച് നിൽക്കാനുള്ളതുകൊണ്ട് കുറച്ച് തോനെ അടിക്കാം ഗൈസ്. ഇറ്റ്സ് ഡൺ. ദെൻ നമുക്ക് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഇടാം. ഞാൻ ഈ ബോട്ടിലിട്ടാണ് കൊടുക്കാം. ഒരു റോസ് ഗോൾഡിൻ്റെ വാച്ച് അതിലിറങ്ങിയ ഫീ. ഈ ഒരു ബ്ലൂ കളർ റിങ്ങും ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇടുന്നത്. യെസ് ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ലുക്ക് കാണിച്ചു കേട്ടോ ഗൈസ്. പെട്ടെന്ന് ഇറങ്ങട്ടെ, എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബൈ.